അസ്സലാമലൈക്കും. ഹലോ മുത്തുമണികളെ, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കണ്ണൂർ സ്പെഷ്യൽ ഒരു അടിപൊളിയായിട്ടുള്ള ബീഫ് പുട്ട് ബിരിയാണിയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എല്ലില്ലാത്ത ബീഫ് കഷ്ണങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് കുക്കറിലേക്ക് ഇട്ടെടുത്ത് 1 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൈനെ കൊണ്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്കിത് എന്താ ചെയ്യുക, ഗ്യാസിലേക്ക് വെച്ച് കൊടുത്ത് ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടി പറഞ്ഞു കൊടുത്തിട്ട് ഒരു 3-4 വിസിൽ ഇതെന്താ ചെയ്യുക, വേവിച്ചെടുക്കുക. ബീഫിൻ്റെ ആ ഒരു വിസിലിൽ അത് അവിടെ നിന്ന് ആവുമ്പോഴത്തേക്ക് നമുക്കിതിന് വേണ്ടുന്ന മസാല തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച് ആവശ്യത്തിന് എണ്ണ വറന്നെടുത്ത് എണ്ണ നന്നായി ചൂടായി വന്നിട്ടാകുമ്പോൾ ഇതിലേക്ക് സവാള ഇട്ട് കൊടുക്കുക. സവാള നന്നായിട്ട് വഴറ്റിയെടുക്കണം. അപ്പോൾ നമുക്ക് എന്താ ചെയ്യുക, മൂടി വെച്ചിട്ട് തന്നെ വഴറ്റിയെടുക്കാം. സവാള നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടാകുമ്പോൾ ഇതിലേക്ക് കുറച്ച് പച്ചമുളകും കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഒരു 5 മിനിറ്റ്സ് മൂടി വെച്ച് നല്ലപോലെ വഴറ്റിയെടുക്കാം. അങ്ങനെ സവാളയ്ക്ക് നല്ലപോലെ വഴറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എന്ത് ചെയ്യുക, ക്യാപ്സിക്കോ ചേർത്ത് കൊടുക്കുക. ക്യാപ്സിക്കൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ നല്ലപോലെ നൈസായിട്ട് ചെറുങ്ങനെ വേണം കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടാകുമ്പോൾ ക്യാപ്സിക്കൊക്കെ വലിയ വേവൊന്നും വേണ്ടല്ലോ, അത് പിന്നെ കൂടെ വേഗം വേന്ത് കിട്ടുകയും ചെയ്യും. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂണ് ചിക്കൻ മസാലപ്പൊടിയും 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. മുളക് പൊടിൻ്റെ ആവശ്യമില്ല കേട്ടോ, മുളക് പൊടി അവിടെ സ്കിപ്പ് ചെയ്തിട്ട് ബാക്കി എല്ലാ മസാലപ്പൊടി ഇട്ട് കൊടുത്ത് നല്ലപോലെ പച്ചമണം മാറിയതിന് ശേഷം ഇതിലേക്ക് ഇനി എന്ത് ചേർത്ത് കൊടുക്കുക, നമ്മൾ നേരത്തെ വേവിക്കാൻ വെച്ച ബീഫിൻ്റെ കഷ്ണങ്ങൾ ഒന്ന് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ആക്കിയിട്ട് എടുക്കുക. ഇതുപോലെ ക്രഷ് ആക്കി എടുത്തിട്ടാകുമ്പോൾ നമ്മൾ നേരത്തെ വഴറ്റി വെച്ച ആ ഒരു തക്കാളിയും സവാളിൻ്റെയൊക്കെ ആ ഒരു മിക്സിലേക്ക് ഈ ബീഫ് ഇട്ട് കൊടുത്ത് പിന്നെയും നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ആ ഒരു മസാലയിൽ പിടിക്കുന്ന വരെ നല്ലപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലപോലെ യോജിപ്പിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് എന്ത് ചെയ്യുക, മല്ലിച്ചപ്പ് ഉണ്ടെങ്കിൽ മല്ലിച്ചപ്പും കൂടി വിതറി കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ മസാലേൻ്റെ പരിപാടി എന്ന് പറഞ്ഞാൽ. പിന്നെ ഇത് ഇഷ്ടപ്പെടാത്ത ആരും തന്നെ ഉണ്ടാവില്ല കേട്ടോ, എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടും. ഭയങ്കര ടേസ്റ്റാണ്, നമുക്കൊക്കെ ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. നമ്മൾ ചിക്കനെ കൊണ്ടും ചെയ്യും ബീഫിനെ കൊണ്ടും ചെയ്യും, പക്ഷെ എനിക്ക് കുറച്ചും കൂടെ നല്ല ടേസ്റ്റ് തോന്നുന്നത് ബീഫിനെ കൊണ്ട് ചെയ്തപ്പോഴാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ അജ്മീറിൻ്റെ പുട്ടുപൊടി ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ചെടുത്തിട്ട് അതൊക്കെ ഞാൻ നല്ല പാകത്തിനാക്കി വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് ഒരു മൊഞ്ച് കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിലേക്ക് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മുടെ പുട്ടുംപാനിയിലേക്ക് ഫസ്റ്റ് തേങ്ങ ഇട്ട് കൊടുത്ത് പിന്നെ അതിൻ്റെ കുറച്ച് മുകളിലായിട്ട് ക്യാരറ്റും കൂടി ഇട്ട് കൊടുത്ത് പിന്നെ മസാല ഇട്ട് കൊടുത്ത് പിന്നെ നമ്മുടെ ആ ഒരു അജ്മീറിൻ്റെ പുട്ടുപൊടി ഉണ്ടല്ലോ അതും ഇട്ട് കൊടുക്കുക. അങ്ങനെ ലെയറായിട്ട് ചെയ്തെടുക്കുക. വലിയ പണിയൊന്നുമില്ല കേട്ടോ. ഇപ്പം ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് കുറച്ചും കൂടെ കാണുമ്പോൾ ഭയങ്കര പണിയായിട്ട് തോന്നും. പക്ഷേ എങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു 5 മിനിറ്റ്സ് കൊണ്ട് തന്നെ നമുക്ക് എല്ലാം തട്ടിമുട്ടി എല്ലാം പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. എന്നിട്ട് സാധാരണ നമ്മൾ പുട്ടും കൂട്ടിയൊക്കെ പുട്ട് ചുടുമ്പോൾ ഇല്ല ആ ഒരു ടൈം ഉണ്ടാവുമല്ലോ, അപ്പോൾ ആ ടൈമിൽ ഇത് കുക്ക് ചെയ്തെടുക്കുക. എൻ്റെ പൊന്നെ എന്തൊരു ടേസ്റ്റാണെന്നറിയോ, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു ടൈമാണെന്നറിയാം. എല്ലാവർക്കും ലവ് യു, ബൈ.